ശേഷം തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ ലോക്സഭയിലേക്കൊന്ന് പോകുന്നു. അവിടെ ഇന്നിപ്പോൾ അവസാനത്തെ മഴക്കാല സമ്മേളനത്തിന്റെ ലാസ്റ്റ് ഡേ ആണ്. എന്താണ് സംഭവിക്കുന്നത്, ആരൊക്കെ അവിടെ ഇന്നത്തെ ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടെന്ന് നോക്കണം. सदन की कार्रवाई अनिश्चित काल के लिए स्थगित की जाती है। ലോക്സഭാ നടപടിക്രമങ്ങൾ വന്ദേമാതരം മുഴുവൻ പാടിയ ശേഷം അഡ്ജേൺ ചെയ്തിരിക്കുകയാണ് എന്നാണ് കാണുന്ന കാര്യം. തുടങ്ങിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധമുയർത്തുകയാണ് പ്രതിപക്ഷം ചെയ്തത്. അമിത്ഷായും നരേന്ദ്രമോദിയും ഇന്നിപ്പോൾ ലോക്സഭയിൽ ഹാജരായിട്ടുണ്ട്. ജന്തർ മന്ദറിൽ കുട്ടികൾ നടത്തിയ സമരത്തിന് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിക്കുന്ന പോലീസ് അതിക്രമത്തിന്റെ ഉത്തരവാദി ആരാണെന്ന് ചോദ്യമുയർത്തുകയാണ് പ്രതിപക്ഷം ചെയ്തത്. അപ്പോൾ തന്നെ സ്പീക്കർ ഈ ഹൗസ് അഡ്ജേൺഡ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതായത് സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു. എത്ര സമയം വരെയാണ് എന്ന് നമുക്കറിയണം. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഉച്ചയോടുകൂടി സഭാ നടപടികൾ സത്യത്തിൽ അവസാനിക്കേണ്ടതാണ്. മൊത്തത്തിൽ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണോ ചെയ്തിട്ടുള്ളതെന്ന കാര്യത്തിൽ വ്യക്തത വേണ്ടതുണ്ട്. എന്തായാലും സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് ഉള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സ്പീക്കർ. അതോടുകൂടി ലോക്സഭയുടെ ക്യാമറ ഓഫായിരിക്കുകയാണ്. ധനസുമോദ്, സെഷൻ വൈൻഡപ്പ് ചെയ്തോ അതോ ഇപ്പോൾ ഇന്നത്തേക്ക് സഭ കുറച്ചു നേരത്തേക്ക് നിർത്തിയതാണോ? സുമോദേ, സെഷൻ മഴക്കാല സെഷൻ വൈൻഡപ്പ് ചെയ്തോ? ലോക്സഭയിലെ മഴക്കാല സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് സഭ ചേർന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ ദിവസം വന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി സഭയിലെത്തിയിരുന്നു. ഇതുവരെ വരാതിരുന്ന അമിത്ഷായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഭയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യം അവർ ഇത്രയും ദിവസം പറഞ്ഞിട്ട് പോലും ഇതുവരെ ഈ തരത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറാവാനോ സഭയിലെത്താനോ അമിത്ഷാ തയ്യാറായില്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു അവർ പ്രതിഷേധം തുടങ്ങിയത്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വന്ദേമാതരം ആലാപിക്കുന്നു എന്നുള്ള കാര്യമാണ് സ്പീക്കർ പറഞ്ഞത്. അതോടുകൂടി തന്നെ വന്ദേമാതരം ആലാപനമുണ്ടായി. അതിനുശേഷം സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണ്. ഈ മഴക്കാല സമ്മേളനം ലോക്സഭയിലെ അവസാനിച്ചു. രാജ്യസഭ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോൾ സമ്മേളനം ശൈത്യകാല സമ്മേളനം മാത്രമായിരിക്കും ഉണ്ടാകുക. അതുവരെ ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുന്നു എന്നാണ് സ്പീക്കർ ഓം ബിർള അറിയിച്ചത്.
ഓക്കെ, ഇപ്പം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ പൊസിഷൻ ഇനിയിപ്പോൾ ലോക്സഭയ്ക്ക് പുറത്തേക്ക് ഈ വിഷയം കൊണ്ടുവരിക എന്നതായിരിക്കും. പക്ഷേ ഇന്ന് തന്നെ ലോക്സഭയ്ക്ക് പുറത്തേക്ക് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വരാനുള്ള സാധ്യത ഉണ്ടോ? ലോക്സഭയുടെ പുറത്തേക്ക് ഈ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാര്യം ഇന്നലെ തന്നെ ഈ കേരളവുമായി ബന്ധപ്പെട്ട ബില്ല് ചർച്ച ചെയ്യുന്ന സമയത്ത് കേവലം സംസാരിക്കാനുള്ള 1 മിനിറ്റ് സംസാരിച്ച് അവസാനിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സർക്കാരിനോട് ഒരു കാരണവശാലും സഹകരിക്കേണ്ട കാര്യമില്ല. ഈ പാർലമെന്റ് അവസാനിക്കുന്നതോടെ പാർലമെന്റിന്റെ ഉള്ളിലെ സമരം അവസാനിച്ചു. പക്ഷെ പാർലമെന്റിന്റെ വെളിയിലുള്ള സമരത്തിനാണ് ഇനി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ തന്നെ പാർലമെന്റ് കവാടത്തിലാണ് ആദ്യം ഇന്ന് പ്രതിഷേധം നടത്തിയിരുന്നത്. പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം നടത്തി കഴിഞ്ഞപ്പോൾ NDAയുടെ ഒരു പ്രതിഷേധവും ഉണ്ടായിരുന്നു. മാത്രമല്ല രാഹുൽ ഗാന്ധി മൂർദാബാദ് എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ആ പ്രതിഷേധം നടത്തിയിരുന്നത്. NDA ഘടകകക്ഷികളുടെ MPമാർ ഉൾപ്പെടെയുള്ളവരാണ് നടത്തിയത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഇനി ശക്തമായ ഒരു പ്രതിഷേധം തന്നെയായിരിക്കും സർക്കാരിനെതിരെ നടത്തുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം അറിയിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും കഴിഞ്ഞ 19 ദിവസമായി ലോക്സഭാ നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും അമിത്ഷാ അതിനകത്ത് കയറിയിരുന്നില്ല. ഇന്ന് പക്ഷേ അദ്ദേഹം വന്നു. അവസാന ദിവസം വരുമ്പോൾ തന്നെ വന്ദേമാതരം ചൊല്ലാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു സ്പീക്കർ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. 3 മിനിറ്റോളമുള്ള വന്ദേമാതര ഗാനാലാപനം പൂർത്തിയായ അപ്പോൾ തന്നെ മഴക്കാല സമ്മേളനം അവസാനിച്ചുവെന്ന് സ്പീക്കർ പ്രഖ്യാപിക്കുന്നു. അമിത്ഷായും മോദിയും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ലെന്ന് തന്ത്രപരമായി രക്ഷപ്പെടുന്നു. ആ ചോദ്യം എന്തായിരുന്നു? ജന്തർ മന്ദറിൽ കുട്ടികൾ നടത്തിയ സമരത്തിന് നേരെ അപകടകരമായ പെല്ലറ്റ് ഗണ്ണുകൾ പ്രയോഗിക്കാനുള്ള അനുമതി കൊടുത്ത ആഭ്യന്തര വകുപ്പിലെ ഉന്നതനാരാണ്? അത് അമിത്ഷായാണോ എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ആണെങ്കിലും താങ്കൾ രാജിവെക്കണം, അല്ലെങ്കിലും രാജിവെക്കണം. കാരണം അല്ലെങ്കിൽ താങ്കൾ അറിയാതെയാണ് ഇത്ര മാരകമായ ഇടപാടുകൾ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത് എന്ന് സമ്മതിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ